ഇങ്ങനത്തെ സീനറിയൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല. ഒരു സൈഡ് പച്ചപ്പ് വനമൊക്കെ ആയിട്ട് കണ്ടോ, ഫുള്ളായിട്ടിട്ട് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. എന്തിനാണ് ഈ പട്ട പോലത്തെ ഫുള്ളായിട്ടിട്ട് വരുന്നത്? വീണ്ടും അതേപോലുള്ള കാഴ്ചകളാണ് കേട്ടോ. ചെറിയൊരു മൂടലൊക്കെ ഉണ്ട്, മഴയുടെ ആരംഭമൊക്കെ ആയിരിക്കും. പക്ഷെ ഇരുട്ടത്ത് കയറി ഔട്ടറിലോട്ട് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഇത് കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഫോറസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ, രണ്ട് സൈഡും ഫോറസ്റ്റ്. ചിറ്റാറ് പോകുന്ന വഴി, മണിയാറ് നിന്ന് ചിറ്റാറ് പോകുന്ന വഴി വനത്തിനുള്ളിൽ കൂടെയുള്ള യാത്രയാണ്. നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട്. നല്ല ഗ്രീൻ പച്ച കളറിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡ്. ഇപ്പം നമ്മളെ മണിയാറിന്ന് ഇങ്ങോട്ട് ചിറ്റാറ് പോകുന്ന വഴിക്കാണേ. വനത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് കുറേ നമ്മൾ കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീനറി ആയിട്ടുള്ളൊരു കാഴ്ചകൾ നമ്മൾ ആദ്യം കുറച്ച് കണ്ടിട്ടാണ് മുന്നോട്ട് വന്ന് ഇൻട്രോ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിറ്റാറ് പോയിട്ട് മൺപിലാവ് വെള്ളച്ചാട്ടം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പം ആ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണേ. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരികയും ചെയ്യാം കേട്ടോ. വനത്തിൻ്റെ കാഴ്ചകൾ അതിൻ്റെ അപ്പുറത്തോട്ട് അധികം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും നല്ല രസമുണ്ടല്ലേ ഈ കാട്ടിനുള്ളിൽ കൂടെയുള്ള യാത്ര. നമ്മളെ പമ്പയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല കൂടുതലായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാവേ. ഇവിടെ ഒരു കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ കലുങ്ങിൻ്റെ താഴെ കൂടെ. അപ്പോൾ ഈ കലുങ്കിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാം. അതിൻ്റെ അപ്പുറത്തോട്ട് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ. അപ്പോൾ വടശ്ശേരിക്കര കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറി. ഇതുണ്ടോ ചെറിയൊരു തോട് ഒഴുകുന്നത്, നല്ല ഭംഗിയില്ല അത് കാണാൻ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സ്വാഗതം ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടി വെച്ചിരിക്കുന്നത് അവിടെ കേട്ടോ. ഫുള്ള് രണ്ട് സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാൽ വെച്ചത്, വല്ല വണ്ടി വന്ന് തട്ടാതിരിക്കാൻ. പക്ഷെ നമ്മളീ പുറകിൽ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ശ്രദ്ധ ഉണ്ടാവും വരുന്നവർക്ക് അല്ലേ. നമ്മളീ പോകുന്ന വഴിയുടെ താഴ്വശത്തോടെ ഒരു പുഴ ഒഴുകി വരുന്നുണ്ട് കേട്ടോ, കക്കാടാറ്. അപ്പോൾ കക്കാടാറിലോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഈ സൈഡിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കൂടുതലായിട്ട് ആക്റ്റീവൊക്കെ ആവുന്നത് ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോഴേ അയ്യപ്പന്മാരൊക്കെ വരുമ്പോഴാണ്. ഇതിൻ്റെ ഇടതുവശത്ത് താഴെയായിട്ട് കൂത്താട്ടുകുളം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റാണ്. മൂന്ന് വശത്ത് വനമാണ്. ഇപ്പം രണ്ട് വശത്തും വനമാണോ? ഇല്ല, മുകളിൽ മാത്രമല്ല, താഴെ റബ്ബർ എസ്റ്റേറ്റാണ്. ഇരുട്ട് കഴിഞ്ഞ് വെളിച്ചത്തിലോട്ടിറങ്ങി അങ്ങോട്ടെല്ലാം പിന്നെയും റബ്ബർ തോട്ടങ്ങളാണ്. സൈഡിലൊക്കെ മൂന്ന് ദിവസം ഇങ്ങനെ വീടുകളൊക്കെ ഇരിക്കുന്നത് കാണാം. ആ വഴിക്ക് മുകളിൽ നല്ലൊരു പള്ളി ഇരിക്കുന്നുണ്ടോ. ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ്. അവിടെ കണ്ടോ റംബൂട്ടാനൊക്കെ പൂത്ത് നിൽക്കുന്നു. അല്ല പൂത്തല കാഴ്ച കിടക്കുന്നേക്ക്. ഞാൻ പറയുമ്പോൾ അല്ല തിരിഞ്ഞും പറഞ്ഞേ വരുള്ളൂ കേട്ടോ. അത് എൻ്റേതായ ഒരു കുഴപ്പമൊന്നുമല്ല. ഈ മോളിൽ കാണുന്ന കൂത്താട്ടുകുളം എസ്റ്റേറ്റുകാരുടെയൊക്കെയാണ്. ഞാനിവിടെ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ അവിടെ കണ്ടോ ഒരു കെട്ടിടം ഇരിക്കുന്ന നോക്കി. നാട്ടരങ്ങെന്ന് പറഞ്ഞൊരു പരിപാടിയുടെയാണ്. ജയകേരള നാട്ടരങ്ങ് കാരികയം എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. അതുപോലെ നമ്മൾ ആ റംബൂട്ടാനൊക്കെ നിൽക്കുന്നതിൻ്റെ അവിടെയായിട്ടൊരു വീട് ഇരിക്കുന്നുണ്ടോ. പഴയകാല വീട്, 1957 പണിത വീടാതെ. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1957. അപ്പോൾ അത്രയും വർഷം പഴക്കമുണ്ട് ആ വീടിനല്ലേ. എന്താ അല്ലേ, എത്ര വർഷമാണ് കണക്കൂട്ടി നോക്കി. ഞാൻ ഈ മുകളിലിരിക്കുന്ന കെട്ടിടമാണ്. ഈ അതിൻ്റെ ബാക്ക് വശം ഇതുകൊണ്ട് ഇതിലേ ഇങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നാണെന്നറിയാമോ, ആ ഒരു കെട്ടിടത്തിൻ്റെ കാലൊക്കെ പിടിപ്പിച്ചേക്കുന്നതെല്ലാം കോൺക്രീറ്റ് ഒന്നുമല്ല, അതൊക്കെ തടിയാണ്, പഴയ തടി കൊണ്ട്. അത് എത്ര വർഷം പഴക്കം ഉണ്ടാവും. താഴെ നമ്മൾ ആ വീട് കണ്ടില്ല, 1957 വീടാണ്. അപ്പോൾ ഇതും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഈ കാരികായ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാം. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ഒരു താഴെ നിന്ന് കണ്ട ആ ഒരു കെട്ടിടമൊക്കെ കണ്ടോ. ഇത് വെള്ളിമല റബ്ബർ കമ്പനി എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് ബസ്സിൻ്റെ എൻട്രൻസ് ഒന്നും ഈ വഴിക്ക് വന്നിട്ട് കിട്ടിയില്ല കേട്ടോ. ഇതിലേക്ക് വളവൊക്കെ തീർന്ന് ഇങ്ങനെ ആ ബ്ലൂ കളറിലുള്ള ബസ്സുകളൊക്കെ കയറി വരുവാണെങ്കിൽ കാണാൻ നല്ലതായിരുന്നേ.
ഫുള്ളായിട്ട് കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ച കെട്ടിടം ഇതല്ലേ. ഇതിനൊക്കെ നല്ല പഴക്കം. അതിനൊരു 1-2 നില കെട്ടിടമൊക്കെ വരുന്നത് എനിക്ക് ഓടിട്ടെ. അതിൻ്റെ അപ്പുറത്തോട്ട് വരണമുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അവിടെ ഏതോ ഒരു ഗുരുമന്ദിരമല്ല, എന്തോ ഒരു അമ്പലത്തിൻ്റെ ഒരു കാണിക്കുകയും ചെക്കുകയാണ്. അവിടുന്ന് താഴോട്ട് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്. അതെങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയത്തില്ല. അവിടെ ഒരു വീട് കണ്ടോ, നല്ല രസമല്ലേ അത് കാണാനായിട്ട്. അതിൻ്റെ ഒരു കളറൊക്കെ കണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ചിറ്റാറിൻ്റെ അടുത്ത് എത്തിയേ. അടിപൊളി ഒരു വീടാണല്ലോ അത്. ചിറ്റാറ് എത്തിയോ ഞാൻ വിചാരിച്ചു, പക്ഷേ ചിറ്റാറ് എത്തിയില്ല കേട്ടോ. ചിറ്റാറ് എത്താറാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചിറ്റാറ് എത്തി കേട്ടോ. ചിറ്റാറ് ഭയങ്കര കാലാവസ്ഥ ഒരു ഭയങ്കര മൂടലാണ്. ബസ് സ്റ്റാൻഡൊക്കെ കണ്ടോ. അപ്പോൾ ചിറ്റാറിന് മൺപിലാവ് പോകാൻ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് ഇറങ്ങിപ്പോയാൽ പോകാമെന്ന് പറഞ്ഞു. ആ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് അതുകൊണ്ട് ആ ഒരു വഴി പോകുന്നത്. നമുക്ക് ആ വഴിക്ക് പോകാം. ചിറ്റാറ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയേ. ഈ വഴിക്ക് നമ്മൾ അങ്ങോട്ട് മൺപിലാവ് പോകേണ്ടത്. പക്ഷെ ഞാൻ ഒരു ചായ വല്ലതും കുടിച്ചിട്ട് എന്തെങ്കിലും ചെറുകടിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് ഇവിടെ ഒന്നും കടയില്ല കേട്ടോ. തിരിച്ച് പിന്നെ ചിറ്റാറ് ജംഗ്ഷനിലോട്ട് പോകണം. അപ്പോൾ ഈ വഴിക്ക് കുറച്ച് പൊളിച്ചിൽ കൂടുതലാണ് റോഡ് കേട്ടോ. മാത്രമല്ല വണ്ടിയിൽ എണ്ണ കുറവാണേ. അപ്പോൾ മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് നമുക്ക് വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചിട്ട് തിരിച്ച് അപ്പുറത്തെ വഴി കൂടെ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് വയ്യാറ്റൂടെ പോകുന്ന വഴിക്ക് പോകുകയാണെങ്കിൽ നല്ല റോഡാണ്. അപ്പോൾ പെട്രോൾ അടിക്കാൻ നമ്മൾ ഇവിടെ കയറും കേട്ടോ. ഇതായിരുന്നു പെട്രോൾ പമ്പ്. കുറച്ച് മേളിലോട്ട് കയറിയായി ഈ പെട്രോൾ പമ്പ് ഇരിക്കുന്നത്. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. പിന്നെ ഈ വഴിക്ക് അങ്ങോട്ട് തന്നെ പള്ളിയാണോ എന്തോ സംഭവം ഉണ്ട്. അങ്ങോട്ട് കുറേ വഴി പോകുന്നുണ്ട്. അതെങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് നമുക്കറിയില്ല. അറിയുന്നവരോട് ചോദിക്കണം. അപ്പോൾ അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആളുടെ പേര് ഞാൻ പറയാവേ. ചിറ്റാർ ജംഗ്ഷൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ കാണാം കേട്ടോ. ചിറ്റാർ ടൗൺ, താഴെ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് നല്ല രസമുള്ളൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ആ കാണുന്നത്. ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് സ്ഥലമൊന്നുമില്ല, എങ്കിലും കൊള്ളാം. വീണ്ടും നമ്മൾ ഈ ആദ്യം വന്ന വഴിക്ക് തന്നെ വന്നു കേട്ടോ. കാരണം വെച്ചാൽ അപ്പുറത്തെ വഴിക്ക് പോയാൽ നമ്മൾ ഈ ഒരു കട്ടർ റോഡ് താഴെ ചെന്ന് കയറണമെന്നാണ് പറഞ്ഞത്. ചിറ്റാറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ ഒന്നും വന്നിട്ടില്ല. അവിടെ ഒരു ഗുരുദേവ ഓഡിറ്റോറിയമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഴിക്കുള്ള വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ വഴി മുഴുവൻ പോയി കിടക്കുകയാണ് ഇവിടെ. അങ്ങോട്ടെല്ലാം വഴി ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് കുറച്ചൊക്കെ നല്ല വഴി പോലെ ഉണ്ട് കേട്ടോ. ഒരു വർക്കൊക്കെ നടക്കാറുണ്ട്. ഇതൊരു ഹോസ്പിറ്റലിൻ്റെ പണിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ചിറ്റാറുകാർക്കൊക്കെ നല്ലതായിരിക്കും അല്ലേ. ഇതിലേ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വന്നേ. ചിറ്റാറ് വടശ്ശേരിക്കര എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. മണിയാറൊക്കെ അതിലേ പോകാം കേട്ടോ. നമ്മൾ ആ അതിൽ കയറി വന്നപ്പോൾ ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയാതെ മണിയാർ തണ്ണിത്തോടൊക്കെ. തണ്ണിത്തോട് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. അപ്പം കോന്നിക്ക് വഴി അങ്ങോട്ട്, വയ്യാറ്റ് വഴി അങ്ങോട്ട്. അപ്പോൾ വയ്യാറ്റ് വഴി റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുക. നമുക്കിപ്പോഴാണ് ഒരു ബസ് കിട്ടിയത് കേട്ടോ. തണ്ണിത്തോട് കോന്നിയൊക്കെ പോയിട്ട് വരുന്ന ബസ്സാണ്. അപ്പോൾ ആ റോഡ് പണി കഴിഞ്ഞോ. ഇവിടെ ഇങ്ങനെ കുറേ ഭാഗം പിന്നെയും പണി തീരാനുണ്ടല്ലേ. ഇത് മിറ്റിലൊക്കെ അടിച്ചിട്ടിരിക്കുവാണേ. ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ജംഗ്ഷൻ വന്നോ കേട്ടോ, ഈട്ടിച്ചൂടെന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന ആ വഴിക്ക് പോയാൽ നമുക്ക് വയ്യാറ്റ് വഴി അങ്ങോട്ട് പോകാം. ഇവിടുന്ന് ഇങ്ങോട്ടൊരു വഴി, അതാണ് കോന്നിക്കൊക്കെ പോകുന്നത്. തെങ്കാശി, കോന്നി, തിരുവനന്തപുരമൊക്കെ അവിടെ റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. നമ്മളിങ്ങോട്ട് വന്ന വഴി ഇതാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ വഴിയായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണ്ടൊരിക്കൽ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ പെടാപ്പാട് വിട്ടുപോയി. വയ്യാറ്റ് വഴിക്കൊരു ബസ് പോകുന്നു, ആവയം വരിക, പത്തനംതിട്ട വയ്യാറ്റുപുഴ. ഇവിടെയൊക്കെ പണി നടക്കുന്നുള്ളൂ കേട്ടോ. ഇത് കുറേ കാലമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഇതിനെ പണി ചെയ്ത് തീരാത്ത പോലും. ഈ വഴി നേരെ പോകുന്ന തണ്ണിത്തോട്, തെങ്കാശി, കോന്നി ആ വഴിക്കോട്ടൊക്കെയാണ്. ഇതിൻ്റെ ഇടത്തുവശത്ത് ഒരു പുഴ ഒഴുകി വരുന്നുണ്ട്. അതായിരിക്കും ചിലപ്പോൾ മൺപിലാവ് വാട്ടർഫാൾ. അവിടുന്ന് വരുന്ന വെള്ളമായിരിക്കും മിക്കവാറും അല്ലേ. എന്നാ ഒഴിയാലേ, പണി തീർക്കാത്ത ഭയങ്കരം. നമ്മൾ ആ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ഈ ഒരു കലുങ്കുവാലമില്ലേ, ഈ കലുങ്കുവാലത്തിൻ്റെ അവിടെ മുകളിലൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആ വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞ് വരുവാണോ. ഇത് വന്നാൽ തീർന്നു, ഒരു ഇടയില്ല. ആ പാലം കടന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇവിടുന്ന് ഇടത്തോട്ട് വീണ്ടും തിരിഞ്ഞു പോകുന്നൊരു വഴിയുണ്ടേ. ഈ വഴിക്ക് വേണം നമുക്ക് പോകാൻ. അതെങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ മൊത്തം കോൺക്രീറ്റ് റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ടൈലടിച്ച റോഡേ. മാത്രമല്ല നല്ല റബ്ബർ കാട്ടിനകത്തോടെ പോകുന്നത്. ഓക്കെ, മൺപിലാവ് എന്ന ഗ്രാമത്തിലോട്ട്. ഇങ്ങോട്ട് ബസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ വഴി നടക്കും ബസ് കാണണമാണല്ലോ. അതോ കുറേ ചിലവും വഴി ഇല്ലേ.
പോയി നോക്കാം അല്ലേ. ടൈല് കഴിഞ്ഞ് പിന്നെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. ഇങ്ങനത്തെ റോഡ് നല്ല രസമാണ് കേട്ടോ, ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്ന വഴി അല്ലേ. ഓക്കെ. പിന്നെയും ടൈല്. ഇവിടെയൊക്കെ വെള്ള പ്രശ്നമുള്ള കൊണ്ടാണ് കേട്ടോ ടൈലിടുന്നവർ. അല്ലെങ്കിൽ പിന്നെ ടാറിങ് ചെയ്താൽ പൊളിഞ്ഞു പോകും വെള്ളം വരുമ്പോഴേ. നല്ല പച്ചപ്പ. ഇടയ്ക്കുന്ന വണ്ടി വളവ് തീർന്ന് വരുമ്പോഴേ കാണുകയല്ലേ, ഇതെന്താ ഇവിടെ ഇത് വനമാണോ? ഈ വനത്തിനകത്തോടെയാണോ പോകുന്നത്? ഒരു സൈഡ് പക്കാ ഫോറസ്റ്റാട്ടോ, അല്ല രണ്ട് സൈഡും. ആനച്ചാറും എല്ലാം കാണുമോ? ഫെൻസിങ് ഒന്നുമില്ല, കാരണം പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടവന്മാർ ഫെൻസിങ് ഇട്ട് നോക്കേ. ഇതൊക്കെ ഇങ്ങനെയുള്ള വഴിയാണ് നാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. അല്ല, പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ ആണല്ലോ കൂടുതൽ വനമുള്ളത് അല്ലേ. ഓരോ ഗ്രാമത്തിലോട്ടൊക്കെ പോകുന്ന വഴി എന്താലേ. മൺപിലാവെന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലൂടെ നമ്മൾ പോകുന്നത്. അവിടെ ചിലപ്പോൾ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടോ സിറ്റി ഉണ്ടോ ഒന്നും അറിയത്തില്ലേ. എന്നാലും നല്ല ഗ്രീനറിക്കകത്തോടുള്ള പോക്കായതുകൊണ്ട് രസമുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇങ്ങനത്തെ വഴിയാണ് ഇവിടെ. പിന്നെ വേറെ വണ്ടി ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാനൊരു രസമുണ്ട് കേട്ടോ. എന്താ ഒരു പച്ചപ്പ്. ഇങ്ങനത്തെ വഴികളൊക്കെ നമുക്ക് അപൂർവമായിട്ടുള്ള കാഴ്ചയല്ലേ കിട്ടാറുള്ളേ. ഇതില്ലാം റോഡ് കേട്ടോ. വനം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയായിരുന്നേ. ഇവിടെ വനത്തിൻ്റെ ബോർഡർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് റബ്ബർ തോട്ടമൊക്കെയാണേ. ഒരു 1/2 കിലോമീറ്റർ നമ്മളിങ്ങനെ 1/4 കിലോമീറ്റർ കാട്ടിനകത്തോടെ തന്നെയാണ് കയറി വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ റോഡ് കുളമായി. ഇത് നോക്കി, ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള റോഡ്. ഈ കോൺക്രീറ്റ് റോഡ് പൊളിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ, ടാറിങ്ങിനെ പോലെ അല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് ചിറ്റാറ് കാണാം കേട്ടോ. ഒരു ഓട്ടോറിക്ഷ ഇറങ്ങി പോന്നെ, അതെവിടെ ഓട്ടം പോയിട്ട് പോന്നാ. റബ്ബർ കാട്ടിലൊരു വീട് ഇരിക്കുന്നുണ്ട്, പഴയ ഒരു വീടാണ് കേട്ടോ. അവിടെയൊന്നും ആരും താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പണ്ട് നല്ലൊരു വീടായിരുന്നു, പക്ഷേ ആൾക്കാരൊക്കെ ഇട്ടിട്ട് പോയോ. ഇപ്പം നമ്മൾ തേടി വന്ന വെള്ളച്ചാട്ടം ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പാർക്കിംഗ് താഴോട്ടെന്നൊക്കെ പറഞ്ഞിട്ടേ. പിന്നെ വണ്ടി ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കാം കേട്ടോ, റോട്ടിലോട്ടൊന്നും വെക്കാതിരിക്കാൻ. ഇവിടെ ഇപ്പോൾ 2-3 വണ്ടി ഇരിപ്പുണ്ട്, നമ്മളെ കൂടെ 4 വണ്ടിയുണ്ട്, എല്ലാം ബൈക്കും സ്കൂട്ടറും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഇത്ര നല്ലൊരു വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നേരത്തെ മഴ പെയ്തോന്ന് അറിയത്തില്ലല്ലോ. റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഇവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതേ. ഇതിനുള്ളിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഇതാ ഇവിടെ നിന്ന് താഴോട്ടുള്ള വഴിയാണേ. ഇവിടെ ഒരു ചെറിയ ഗേറ്റൊക്കെ ഉണ്ട്. ഈ ഗേറ്റ് കടന്ന് ഇവിടുന്ന് ഒരു 400 മീറ്റർ നമുക്ക് താഴോട്ട് പോകണം കേട്ടോ. 400 മീറ്റർ താഴോട്ട് പോയിട്ട് വേണം വെള്ളച്ചാട്ടം കാണാൻ. വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലം തന്നെയാണേ. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് 400 മീറ്റർ പോകണം കേട്ടോ. നല്ല ഇച്ചിരി ഇറക്കമൊക്കെ കയറ്റമൊക്കെ ഉണ്ട്. താഴെ കുഴിയിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. എന്തായാലും നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ പോകാൻ പറ്റുമോ, കണ്ടിട്ട് തന്നെ വരാം. അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലൊരു ഇറക്കമായിരുന്നേ. ഇറക്കം വന്ന് ഇവിടെ വന്നപ്പോൾ ഒരു വളവ്, ആ വളവ് നിവർന്ന് വീണ്ടും താഴോട്ട് തിരിച്ച് കയറുമ്പം ഇടപാട് വരും കേട്ടോ. നല്ല കയറ്റമാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ പോകണമെന്ന് മാന്തിക്കൊണ്ടൊക്കെ വരാം അല്ലേ. അല്ല പിന്നെ ഇന്ന് മൺ റോഡ്, ഓഫ് റോഡ്. മഴ പെയ്യുവാണെങ്കിൽ നല്ല വെള്ളമൊഴുക്കും കാണൂലേ. ഇപ്പോൾ 2ാമത്തെ വളവാണ് നമ്മൾ നിവരാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ മറ്റേ മാർമലരുവിയൊക്കെ കാണാൻ പോകുമ്പോൾ അത് പിന്നെ നേരെ നടന്നു പോയിട്ട് കുറച്ച് മേളിലോട്ട് കയറ്റം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇവിടെ പരിചയമുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ആരുമല്ല, ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് ആശാനാണേ. വിനായക ഡ്രൈവിംഗ് സ്കൂളിലെ, ചിറ്റാറുള്ള വിനായക ഡ്രൈവിംഗ് സ്കൂളിലെ അജി എന്ന് പറഞ്ഞ പുള്ളി കേട്ടോ. അജിയെ എനിക്ക് പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ
ഹൃദയരാഗൻ യൂട്യൂബ് ചാനലില്ലേ, പുള്ളിയുടെ ചാനലിൽ കൂടെ ഞാൻ പരിചയപ്പെട്ടതാണ് അജിയെ. അപ്പോൾ അജി അങ്ങനെ ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ മേടിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു തുടക്കക്കാരൻ ഹൃദയരാഗം തന്നെയാണ് കേട്ടോ. അത് കണ്ടപ്പോഴാണ് എനിക്കിത് തുടങ്ങണമെന്ന് തോന്നിയത്. പിന്നെ പണ്ടൊക്കെ ഞാൻ ഹൃദയരാഗം പോയ വഴിക്കൂടെ എല്ലാം പോകുമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൃദയരാഗത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ്. ഹൃദയരാഗം ഇത്ര വിശദമായിട്ടൊന്നും ഈ വഴിയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ വഴിയെല്ലാം കാണിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഇവിടേക്ക് വരണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായത്. ഇടുക്കിയിൽ വെള്ളച്ചാട്ടം ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ പൊന്നടവ എന്നെ ഇറക്കാം താഴോട്ട് നോക്കി. നല്ല പച്ചപ്പും ഇത്രയും സംഭവം നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറണം. മുകളിലെത്തുമ്പോഴത്തേക്ക് ഒരു പരുവത്തിലാവും. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ? ഇതിലിറങ്ങി വരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനീ ചെയ്യുന്ന പോലെ പരിചയമില്ലാത്തവർ, ഈ വഴിയൊക്കെ പരിചയമില്ലാത്തവർ ഇതിലിങ്ങനെ സെൽഫി വീഡിയോ ഒന്നും എടുത്തോണ്ട് വരരുത് കേട്ടോ. മൂക്കും കുത്തി അടിച്ചിട്ട് വീഴും താഴെ. അതുപോലെ ഉണ്ടക്കല്ലുകളാണ് ഈ വഴിക്കെല്ലാം ഉള്ളത്. അപ്പം വരുമ്പോൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഹെയർപിൻ വളവ്. ആ വെള്ളച്ചാട്ടം അങ്ങ് ദൂരെ ചെറുതായിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പം നമുക്ക് പോവാം. അങ്ങ് മുകളിൽ പോലുള്ളൊരു വെള്ളച്ചാട്ടം ഇതേ. നല്ല നീളമുണ്ട് അതിന്. ഇവിടെ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇതാ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കാണാമോ. ഇതിൽ കൂടെ നോക്കുമ്പോൾ അത് കാണത്തില്ല, നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കുറേ കാണാം. എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി നല്ല സെറ്റപ്പ് വഴിയാണ് കേട്ടോ. അതാ മറ്റേ വയ്യാറ്റ് പുഴയ്ക്ക് പോകുന്ന കവലേന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ മുതലുള്ള നമ്മൾ വണ്ടി ഓടിച്ച് കയറി വന്നില്ലേ. ഇത് ഇങ്ങോട്ടൊക്കെ നോക്കി, ഞാൻ പച്ചപ്പാ അതിൽ കൂടെ ഈ ഒരു ചുവന്ന ഇലച്ചെടി. പണ്ടൊക്കെ ഈ ഇല കുറച്ച് ഞെരടിയിട്ട് നമ്മൾ മുഖത്തൊക്കെ വരുത്തേക്കുമായിരുന്നു ചുവപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലേ. അങ്ങനത്തെ വരണം. പിന്നെ ഇതൊരു വേറെന്തോ ഒരു സാധനം, പേര് മറന്നു പോയി കേട്ടോ. പേരറിയാത്തതുകൊണ്ടാണ്. മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ കുടയെടുത്ത് കൈ വെച്ചത് നന്നായി. ഈ വെള്ളം വീഴുന്ന ഒച്ച ഉണ്ടല്ലോ, അങ്ങ് റോട്ടിലങ്ങ് കുറേ താഴെ വരെ കേൾക്കാവേ. ഇവിടെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതിലെയാണോ പോണേ. താഴെ ഒരു ചെറിയ കടവ് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ നിന്ന് ആ വെള്ളം ഒഴുകി വരുന്നത് ഇതാണെന്ന് തോന്നുന്നു അങ്ങോട്ടുള്ള വഴി. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ആരോ വരുന്നുണ്ട്. ഈ മരത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കുനിഞ്ഞ് കറണ്ടി വരുന്നത് അല്ലേ. അതെ, ആൾക്കാർ വരുന്നുണ്ട്. വെള്ളമുണ്ടോ? കുഴപ്പമില്ല. അടിപൊളിയാ. അപ്പോൾ അവരെല്ലാം ഇങ്ങ് പോട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ആളുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ ഈ പിള്ളേരായിരുന്നു വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടോ കേട്ടോ. വിജനമായൊരു സ്ഥലമാണ് കേട്ടോ. ചുറ്റൂടിയിട്ട് റബ്ബർ കാടുകൾ ഇങ്ങനെ ഇരുണ്ട് നിൽക്കുവാണ്. കവുങ്ങുണ്ട്, റബ്ബറുണ്ട്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. കാട്ടുപൂവയുണ്ട്. കാട്ടുപൂവല്ല, മലയിഞ്ചി അല്ലേ. ഇല്ല, മലയിഞ്ചി. വേണ്ട വെള്ളച്ചാട്ടം നോക്കി. ഓഹോ ഓ, ഈ വെള്ളം അങ്ങ് മണ്ടേന്ന് വരുന്നു കേട്ടോ. ഇപ്പോൾ വഴി അതിലാണ്. ഇതില് താഴോട്ടങ്ങാണ്ട് ഇറങ്ങി വഴി സ്ലെറ്റിപ്പോയി. നമ്മളെങ്ങനെ വന്ന്. പക്ഷേ എനിക്കൊരു കാര്യം പറഞ്ഞ ഇതായിരുന്നല്ലേ, പരവേശം കൂടിയിട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു അല്ലേ. എനിക്കല്ലേലും ഇച്ചിരി എഴുത്തുചാട്ടം കൂടുതല, പറയാതിരിക്കാൻ പറ്റില്ല. അമ്പട എന്നാ വ്യൂവാ. നമ്മൾ ആനചാടി കുത്തി പോയതിൻ്റെ അത് വേറെ ലെവല്, ഇത് വേറെ ലെവല്. ഒരു കല്ലൊക്കെ ഉണ്ടല്ലോ, ഇത് കൊള്ളാം കേട്ടോ. പൊളി പൊളി പൊളി. കുപ്പികളൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഒരു വെള്ളം വീഴുന്ന നോക്കി. ഇവിടെ വേണേൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. ഓഹോ,
കുട ഇവിടെ ഇരിക്കട്ടെ, എന്നെ ഓർമ്മിക്കണം കേട്ടോ കുട എടുക്കാനായിട്ട്. ആരോട് പറയാമല്ലേ, വീഡിയോ കാണുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇത് മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വഴി അങ്ങ് പോകും. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാം കേട്ടോ. ഇതുകൊണ്ടോ അവിടെ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തിയ പോലെ വലിയൊരു ആറ്റുകയും ചെയ്ത്, ഇത്ര ഭയങ്കര ആറ്റുകയും ചെയ്യും. ഓ കണ്ടോ, പിന്നെ വ്യൂ നോക്കി. നമുക്കിവനെ ഒന്ന് സൂം ചെയ്ത് കാണാം. വെള്ളം പൊട്ടിത്തെറിച്ച് വീഴുന്നുണ്ടോ? കിടിലം വ്യൂ അല്ലേ. വേസ്റ്റ് കുപ്പിയെല്ലാം കാണുന്നത്. കുറേ കുപ്പികളുണ്ടല്ലേ. ഇതിവിടെ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഞാൻ എടുത്തു കേട്ടോ. ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാവേ. ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ആരാണ്ടര നിക്കറൊക്കെ കിടക്കുന്നു. ഇവിടെ ഈ തോർത്തും ട്രൗസറിൻ്റെയും കച്ചവടം തുടങ്ങുവാനാണ് നല്ലതാണ്. ആഹാ, അതിലേക്ക് വരാമോ? അതിലേ വരാം, ഇതിലേ വരാം, കുഞ്ഞോളങ്ങളായിട്ട് വരാം. മഴ വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് എപ്പോൾ വേണേലും വലുതായിട്ട് വെള്ളം വരാമല്ലോ അല്ലേ. ഞാനിവിടെ ഒന്ന് ഇറങ്ങാനാണ് ശ്രമിക്കുന്നത്. ഇതുണ്ടോ, നമ്മളിതിൻ്റെ ഡയറക്റ്റ് നേരെ വന്നേ. നേരെ വന്നപ്പോൾ അയ്യോ, നല്ല കിടു വെള്ളച്ചാട്ടം കേട്ടോ, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് നമ്മുടെ മൺപിലാവ് വെള്ളച്ചാട്ടം? അടിപൊളിയാണോ? ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്ന കേട്ടോ. ഇടുക്കിയിലൊന്നും വെള്ളച്ചാട്ടം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ പത്തനംതിട്ട വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഒരു കാഴ്ച അവർക്കും അവരുടെ നാട്ടിലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണണ്ടേ, അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അപ്പം അടിപൊളി വെള്ളച്ചാട്ടമാണ്. വരുമ്പോൾ ശ്രദ്ധിച്ച് വരിക, വഴിയൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ്. നെല്ലയൊക്കെ ഇറങ്ങി വന്നാൽ മതിയേ. പിന്നെ നല്ല മഴയുള്ള സമയത്തൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുക. അപ്പം നമുക്ക് മറ്റുള്ള കാഴ്ചകളിലോട്ട് പോയി നോക്കാവേ. തോർത്തെടുത്തുകൊണ്ട് വന്നായിരുന്നെങ്കിൽ വെള്ളത്തിൽ ചാടായിരുന്നു. ഒരു തടി ഒഴിവെന്ന് കിടക്കുന്ന നോക്കി, മുകളിൽ നിന്ന് ചാടി വന്നാണോ അത്? എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഇതിലെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ വെള്ളത്തിന് സമാന്തരമായിട്ട് ആ താഴത്തോട്ടാണ് തോന്നുന്നത്. മലയും ചെയ്യും നോക്കി. അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ അതിലേക്ക് ഇറങ്ങി വരാറുണ്ട്, അതാന്ന് തോന്നുന്നു. എന്തായാലും വെള്ളച്ചാട്ടം കൊള്ളാല്ലേ, കിടു വ്യൂ ആയിരുന്നേ. ഓ, വലിയൊരു മരം നിൽക്കുന്നുണ്ട്. വനത്തിനുള്ളിലാണോ ഈ വെള്ളച്ചാട്ടം? ആർക്കറിയാം. അപ്പോൾ ഇനി തിരിച്ച് കയറി പോവാ. ഇവിടെ ഒത്തിരി നേരം നിൽക്കേണ്ട കാര്യമില്ല. ഉച്ചയായും തോന്നുന്നു കേട്ടോ. ഫുഡ് കഴിച്ചില്ല, പുട്ട്. ആണ്ട മഴ വന്നടാ ചാമി. ഇവിടെ ഒരു ചെറിയ കമ്പിപ്പാലമൊക്കെ ഉണ്ടല്ലോ. മഴ പെയ്യുന്നത് കാണാൻ എന്നാ രസമല്ലേ. നമുക്ക് കമ്പിപ്പാലത്തിലൊക്കെ കയറാവോ? ഇവിടെ ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്ന ഒരു ഇതാണ് കേട്ടോ. കയറാമായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ അവരിവിടെ ബ്ലോക്ക് ചെയ്യല്ലേ അല്ലേ. ഓ, അത് കിടന്ന് പെട്ടയ്ക്കുന്നതാ. കമ്പിപ്പാലം, തൂക്കുപാലം. ഇനി പോവോ? പോവലായിരിക്കും. ഓ, അങ്ങ് റബ്ബർ തോട്ടത്തിലോട്ട് കയറാനുള്ള ഒരു വഴി ചെയ്തു കേട്ടോ. ഓ, മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് തുടങ്ങി മക്കളെ. അവിടുന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് എന്നെ രസം നോക്കിയേ. അതുപോലെ അത് ഇവിടെ വന്നിട്ടൊരു ചെറിയ കുഴിയാണ് ഇവിടെ. ആ കുഴിയിലോട്ട് പതിക്കുന്നുണ്ടോ? എന്നിട്ടവ മെല്ലെ മെല്ലെ താഴോട്ട് ഒഴുകുകയാണ്. നീ എന്ത് ചെയ്യുന്നവിടെ? കക്കാടാറോ? അങ്ങോട്ടായിരിക്കും അല്ലേ. ഇങ്ങോട്ട് വന്നപ്പോൾ മഴയിലായിരുന്നു. ഓ, പൊരിഞ്ഞ മഴ കേട്ടോ, ചെറിയ മഴയൊന്നുമല്ല. ഇവിടെയൊക്കെ പെയ്യുന്ന മഴ അങ്ങനെ എടുത്താൽ പോണ്ടാത്ത മഴയാണ്. മഴയുടെ കാഴ്ചകൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. കാട്ടിലും മേട്ടിലും ഒക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ടോ?
ആ വെള്ളച്ചാട്ടത്തിന് മുകളിലോട്ട് റോഡ് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഗ്രാമമൊക്കെ ഉണ്ടെന്ന് തോന്നേ, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം എനിക്കിനി വേറെ സ്ഥലത്തും കൂടെ പോകാനുണ്ടേ. അപ്പോൾ ഇവിടെ എല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം ആ സ്ഥലക്കാരുടെ സ്ഥലമാണ്, നമ്മൾ ഇറങ്ങിപ്പോയ അവരുടെ സ്ഥലമാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങി പോകണം. നല്ല ഇറക്കമോ ഇനി അങ്ങോട്ടേ. ഈ ഭാഗത്തോടെ നമ്മൾ തിരിച്ചുള്ള യാത്ര ഉണ്ടോ? അയ്യോ, എന്നാ പച്ചപ്പോ പരിതാപമാണെന്ന് നോക്കി. സൈഡിലേക്ക് ഈ പച്ചപ്പ് നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ കിടക്കുന്ന ഈ കറുത്ത ടാറിട്ട് അടിപൊളി റോഡുമാണ്. ഇത് വയ്യാറ്റുപുഴ റോഡാണ്. വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത് നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് തന്നെ വരുന്നുണ്ട് മുന്നിലേ. അപ്പോൾ എനിക്ക് പച്ചപ്പ് കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ നോക്കി, ഇനി അങ്ങോട്ട് ചെറിയ റബ്ബറും കൈതക്കാടും പൈനാപ്പിൾ ഫാമും ഒക്കെയാണ്. ഇതിന് മുകളിലോട്ട് പൈനാപ്പിൾ ഫാം. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവരെ വിളിച്ചിട്ട് ആ ഫോൺ നമ്പറിലൊക്കെ വിളിച്ചിട്ട് ഇറങ്ങിച്ചെല്ലാവളെ. എനിക്ക് ഫോൺ നമ്പർ കിട്ടും, അത് വേണം ഞാൻ ഇട്ടേക്കാവേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാത്രി 10-10 പിള്ളേർ സെറ്റൊക്കെ അതിലെ വന്ന് ചാടിപ്പോയി. അവരിപ്പോൾ അവിടെ ഗേറ്റിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ആൾ ഇറങ്ങാതിരിക്കാനേ. അപ്പം അങ്ങനെ വരരുത്. ഇവരോട് ചോദിച്ചിട്ട് അവരുടെ സ്വന്തം സ്ഥലത്തൂടെ ഇറങ്ങിപ്പോകുന്നത്. വെള്ളച്ചാട്ടം പഞ്ചായത്തിൻ്റെ ഒക്കെ ആയിരിക്കും ചിലപ്പം, എന്നാലും അവരുടെ സ്ഥലത്തൂടെ വേണ്ടി ഇറങ്ങിപ്പോകാൻ. അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരൊക്കെ പോയിട്ട് താഴെ ചെന്നിട്ട് ഈ എന്ത് പരിപാടി കാണിക്കുന്നത് പറയാൻ പറ്റില്ല. രാത്രി 10:00-ക്കൊക്കെ ഇതിൽ പിള്ളേർ ഇറങ്ങിപ്പോയി എന്നൊക്കെ ആ പുള്ളി എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞ് പ്രത്യേകം പറയണം, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറയണം, അനുമതിയോടുകൂടി ഇറങ്ങിപ്പോകാമല്ലോ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.